കോഴിക്കോട് എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കി വരാം. കോഴിക്കോട് മാവൂരിൽ നിന്ന് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് ചേരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, കോഴിക്കോട് പ്രത്യേകിച്ച് വെള്ളക്കെട്ടുണ്ടാവുന്ന ഒരു സ്ഥലം ഈ മാവൂർ ഭാഗമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കനത്ത മഴയാണ് ഇനി വരാൻ പോകുന്നത്. കാലവർഷം കടുക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത്. മാവൂരിൽ എങ്ങനെയാണ് ഇപ്പോഴത്തെ സാധ്യത, വി എസ് രഞ്ജിത്ത്? ഡോക്ടർ അരുൺ, ഞാൻ നിൽക്കുന്നത് മാവൂർ റോഡിലാണ്. മാവൂരിലേക്കുള്ള റോഡാണ്. മാവൂർ റോഡാണ് കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗമെന്ന് പറയുന്നത്. ഇവിടെ ദൃശ്യങ്ങൾ ഇപ്പോൾ മഴയില്ലാത്തൊരു സമയമാണ്. പക്ഷേ കോഴിക്കോട് നഗരത്തിലൊരു മഴ പെയ്താൽ ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ട് ഏറ്റവും വേഗത്തിൽ രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ മാവൂർ റോഡും ഇതിൻ്റെ പരിസര പ്രദേശവും എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് ഈ മാവൂർ റോഡിൽ നിന്ന് നേരെ പോകുന്നത് നമ്മൾ ഈ സ്റ്റേഡിയം ജംഗ്ഷനിലേക്കാണ്. ആ ഭാഗത്തേക്കും അതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്ന ഭാഗവും KSRTCയുടെ ഭാഗത്തേക്ക് പോകുന്ന ഭാഗമാണ് ഈ 3 റോഡുകൾ. ഈ 3 റോഡുകളും മഴ പെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായും വെള്ളക്കെട്ടിലേക്ക് വരും. പക്ഷേ നമുക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട്. കോഴിക്കോട് കോർപ്പറേഷൻ ഈ നഗരത്തിലെ ഓവുചാലുകൾ വൃത്തിയാക്കുകയും നഗരത്തിലെ ഓവുചാലുകളിൽ നിന്ന് മാലിന്യം നീക്കം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പൂർത്തിയാക്കിയിട്ടുണ്ട്. പക്ഷേ നഗരത്തിലെ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കനോലി കനാലിൽ ചളിയടിയുന്നതും കനോലി കനാൽ എത്തിച്ചേരുന്ന കല്ലായിപ്പുഴയിൽ ഈ കനോലി കനാൽ ചേരുന്ന ഭാഗത്ത് മണൽത്തിട്ടകൾ രൂപപ്പെട്ട് പുഴയിലേക്ക് വെള്ളം ഒഴുകിപ്പോകാത്തതുമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കനാലിലെത്തുന്ന വെള്ളം കനാലിൽ തന്നെ കെട്ടിക്കിടക്കും. അത് തിരിച്ച് നഗരത്തിലേക്ക് വന്ന് കയറുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ പുഴയിലെ മണൽ നീക്കം ചെയ്ത് പുഴ ആഴം കൂട്ടി കനാൽ ആഴം കൂട്ടി നഗരത്തിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണേണ്ടതാണ്. പക്ഷേ അത് കോർപ്പറേഷൻ്റെ മാത്രം ഫണ്ട് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണിയല്ല. അവിടെ ഡ്രഞ്ചിങ് ഒക്കെ നടത്തണമെങ്കിൽ വലിയ തുക ആവശ്യമുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട്. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിൽ ഈ സംസ്ഥാന സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടൽ വേണം. നഗരത്തിലൂടെ ഒഴുകുന്ന കല്ലായിപ്പുഴയിലെ മണൽത്തിട്ടകൾ മാറ്റി അവിടെ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യം രൂപപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഈ നഗരത്തിൽ ഉൾപ്പെടെ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള നടപടികളിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ. കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് ഭേദപ്പെട്ട രീതിയിൽ ഓടകളെങ്കിലും വൃത്തിയാക്കുകയും ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരിക്കുന്നത്.